ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മുമ്പിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ നവോത്ഥാന നായകരെ കുറിച്ചാണ്. LGSയുമായി ബന്ധപ്പെട്ടതിലെ അടുത്തൊരു ടോപ്പിക്കാണ് നവോത്ഥാന നായകർ എന്നറിയപ്പെടുന്നത് അല്ലേ. നവോത്ഥാന നായകരിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുമാരഗുരുദേവനെ കുറിച്ചാണ്. കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ ജനിക്കുന്നത് 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്. 1879 ഫെബ്രുവരി 17 ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്, അതായത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് പൊയ്കേരി യോഹന്നാൻ അല്ലെങ്കിൽ ഗുരുദേവൻ ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച ഡേറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കാം, പക്ഷെ എന്നാലും അദ്ദേഹം ജനിച്ച സ്ഥലം പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കേരി യോഹന്നാൻ, അതാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്, പൊയ്കേരി യോഹന്നാൻ എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ സിലബസിൽ ഗുരുദേവൻ എന്നാണ്, അപ്പോൾ രണ്ടും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പൊയ്കേരി യോഹന്നാൻ ജനിച്ച സ്ഥലം ഏതാണെന്ന് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ഇരവിപേരൂരാണ്, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കേരി യോഹന്നാൻ ജനിക്കുന്നത്. കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കേരി യോഹന്നാൻ്റെ മരണം 1939 ജൂൺ 29-നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പൊയ്കയിൽ കണ്ടൻ എന്നാണ്, മാതാവിൻ്റെ പേര് കുഞ്ഞിളേച്ചി, ഭാര്യയുടെ പേരെന്നറിയപ്പെടുന്നത് ജാനമ്മ എന്നാണ്. അദ്ദേഹം ജനിച്ച സ്ഥലം ഇരവിപേരൂർ, പത്തനംതിട്ട ജില്ലയിലാണ് പറഞ്ഞല്ലോ. ബാല്യകാല നാമം എന്നറിയപ്പെടുന്നത് കുമാരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പൊയ്കേരി യോഹന്നാൻ്റെ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ്റെ ബാല്യകാല നാമം എന്നറിയപ്പെടുന്നത് കുമാരൻ എന്നാണ്. അത് ചിലവർ കൊമരൻ എന്ന പേരിലൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ബാല്യകാല നാമം അറിയപ്പെടുന്നത് കുമാരൻ എന്നാണ്. ബാല്യകാല നാമം അറിയപ്പെടുന്നതാണ് കുമാരൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊമരൻ എന്നല്ല, നമ്മളെ യൗവനക്കാരൻ അങ്ങനെ കൊമരൻ എന്നൊക്കെ വിളിക്കില്ലേ, അതുപോലെ കൊമരൻ എന്ന പേരിലും അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും നമ്മൾ പഠിച്ചാൽ 2-3 പോയിന്റ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പൊയ്കേരി യോഹന്നാൻ്റെ ജന്മസ്ഥലം ഏതാണെന്നാണ്. ഇരവിപേരൂർ, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ പൊയ്കേരി യോഹന്നാൻ്റെ ബാല്യകാല നാമം എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്, കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാലും പൊയ്കേരി യോഹന്നാനാണ്. കുമാരഗുരുദേവൻ എന്ന് അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂരാണ്. ബാല്യകാല നാമം കുമാരൻ എന്നാണ്. ഓക്കെ, പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കുമാരഗുരുദേവൻ, അതുപോലെ പൊയ്കയിൽ അപ്പച്ചൻ, പുലയൻ മത്തായി, പറയൻ യോഹന്നാൻ എന്നിങ്ങനെയല്ല. അപ്പം പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകൾ കുമാരഗുരുദേവനുണ്ട്, പൊയ്കയിൽ അപ്പച്ചനുണ്ട്, പുലയൻ മത്തായി, പറയൻ യോഹന്നാൻ എന്നിങ്ങനെയാണ്. അതായത് ഇദ്ദേഹം പറയ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അന്നത്തെ സവർണ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്നതാണ് പുലയൻ മത്തായി എന്നും പറയൻ യോഹന്നാൻ എന്ന പേരിലൊക്കെ. അന്ന് നമ്മൾ തൊട്ടുകൂടായ്മയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള, അതായത് ജാതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈ സവർണരായ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രയത്നിച്ച വ്യക്തി കൂടിയാണ് ആര്? ഈ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. ദളിതർക്ക് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. ഇദ്ദേഹത്തിൻ്റെ പേരുകൾ പ്രത്യേകമായി ഓർത്ത് വയ്ക്കണം: പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ, പുലയൻ മത്തായി, പറയൻ യോഹന്നാൻ എന്നിങ്ങനെയാണ്. അടുത്തതായി, ദളിതർക്ക് വേണ്ടി പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിന് ശ്രമിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ദളിതർക്ക് വേണ്ടി പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിന് ശ്രമിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാനാണ്. അന്ന് ദളിതർ എന്ന് പറയുമ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരൊക്കെ ഈ തൊട്ടുകൂടായ്മ, അയിത്തം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു അല്ലേ. അങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി അവർക്ക് വേണ്ടി, താഴ്ന്ന ജാതിയിലുള്ളവർക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിന് ശ്രമിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹം ആവിഷ്കരിച്ച ഒരു ആശയമാണ് ദ്രാവിഡ ദളിതൻ. PSCയിൽ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ദ്രാവിഡ ദളിതൻ എന്ന ആശയം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? കുമാരഗുരുദേവൻ. അതായത് നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാൽ കുമാരഗുരുദേവനാണ്, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാരഗുരുദേവനാണ് എന്ത് ചെയ്തത്? ദ്രാവിഡ ദളിതൻ എന്ന ആശയം ആവിഷ്കരിച്ചത്. ദ്രാവിഡ ദളിതൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയല്ല, ആ രീതിയിൽ, ദ്രാവിഡനും അല്ല ദളിതനും അല്ല എന്നുള്ള രീതിയിൽ, അതാണ് ദ്രാവിഡ ദളിതൻ എന്നുള്ള ആശയം കൊണ്ടുവന്നത്. ഓക്കെ, ഹിന്ദുവുമല്ല ക്രിസ്ത്യാനിയുമല്ല എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന ഒരു ആശയമാണ്, രണ്ടിലുമല്ല എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന ആശയമാണ് ദ്രാവിഡ ദളിതൻ എന്ന ആശയം. ആവിഷ്കരിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പിന്നീട് ഇദ്ദേഹം സർക്കാർ അനുമതിയോടുകൂടി ദളിതർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. അതായത് സർക്കാർ അനുമതിയോടുകൂടി
ദളിതർക്കായി ഇംഗ്ലീഷ് മീഡിയം താഴ്ന്നതിലുള്ള ജാതികളിലുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. അതായത് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ദളിതർക്കായി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാനാണ്. അടുത്തതായി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാനാണ്. PSCയിൽ ഒരുപാട് തവണ ചോദിച്ചാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അതായത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. PRDS അതായത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. സ്ഥാപിച്ചത് PRDS സ്ഥാപിച്ചതപ്പോഴാണ് 1909. അത് സ്ഥാപിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തായ ഇരവിപേരൂർ തന്നെയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് 1909. ഓക്കെ, ഇരവിപേരൂരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDS സ്ഥാപിക്കുന്നത്. ഇനി PRDSൻ്റെ മുഖപത്രം അറിയപ്പെടുന്നത് ആദിയാർ ദീപം എന്നാണ്. PRDSൻ്റെ അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം അറിയപ്പെടുന്നത് എന്താണ്? ആദിയാർ ദീപം എന്നാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തികളിൽ ഒരാളാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറഞ്ഞ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDS സ്ഥാപിച്ചത് 1909. സ്ഥലം ഇരവിപേരൂർ, പത്തനംതിട്ട ജില്ലയിൽ. PRDSൻ്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് ആദിയാർ ദീപം എന്നാണ്. അടുത്തത് കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ലഹളകളാണ്. വാകത്താനം ലഹള, മുണ്ടക്കയം ലഹള, അടിലഹള, വെള്ളനാടി സമരം. കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൊയ്കൈ യോഹന്നാനുമായി ബന്ധപ്പെട്ട ലഹളകളാണ് വാകത്താനം ലഹള, മുണ്ടക്കയം ലഹള, അടിലഹള, വെള്ളനാടി സമരം. ഇതിൽ വാകത്താനം ലഹള എന്ന് പറയുന്നത് സവർണ ക്രിസ്ത്യാനികളുമായി വഴക്കിട്ട ശേഷം, പൊയ്കൈ യോഹന്നാൻ സവർണ ക്രിസ്ത്യാനികളുമായി വഴക്കിട്ടതിന് ശേഷം ബൈബിൾ കത്തിച്ചു കളയുന്ന ഒരു സമരമാണ് വാകത്താനം ലഹള എന്ന് പറയുന്നത്. അതായത് സവർണ ക്രിസ്ത്യാനികളുമായി വഴക്കിട്ട് ബൈബിൾ കത്തിച്ച് പ്രതിഷേധം അറിയിക്കുന്ന ഒരു സമരമാണ് ഏത് വാകത്താനം ലഹള എന്നറിയപ്പെടുന്നത്. അത് നടന്നത് കോട്ടയം ജില്ലയിലെ വാകത്താനം എന്ന സ്ഥലത്താണ് അദ്ദേഹം ബൈബിൾ കത്തിച്ച് പ്രതിഷേധം അറിയിക്കുന്നത്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി അദ്ദേഹം നടത്തിയ ലഹളയാണ് അടിലഹള. അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ ലഹളയാണ്, പൊയ്കൈ യോഹന്നാൻ നടത്തിയ ലഹളയാണ് അടിലഹള എന്നറിയപ്പെടുന്നത്. അപ്പോൾ സവർണ ക്രിസ്ത്യാനികളോട് മത്സരിച്ച് അല്ലെങ്കിൽ അവരോട് വഴക്കിട്ടിട്ട് ബൈബിൾ കത്തിച്ചത് ഏത് ലഹളയാണെന്ന് ചോദിച്ചാൽ അതാണ് വാകത്താനം ലഹളയാണ്. അതുപോലെ അവശത അനുഭവിക്കുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചത് അടിലഹളയാണ്. ഈ രണ്ട് കാര്യങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കൈ യോഹന്നാനുമായി ബന്ധപ്പെട്ട രണ്ട് ലഹളകളാണ് ഏത് വാകത്താനം ലഹളയും അതുപോലെ അടിലഹളയും. ഓക്കെ, വാകത്താനം എന്ന് പറഞ്ഞാൽ ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ചതാണ് സവർണ ക്രിസ്ത്യാനികൾക്കെതിരെ. അതുപോലെ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി, അവശത അനുഭവിക്കുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ അടിലഹളയാണ്. അടുത്തതായി 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കൈ യോഹന്നാനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ രത്നമണികൾ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ്. രത്നമണികൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പൊയ്കൈ യോഹന്നാൻ്റെ കവിതാ സമാഹാരമാണ്. PSCയിൽ മുമ്പ് ചോദിച്ചതാണ്. രത്നമണികൾ ഏത് നവോത്ഥാന നായകൻ്റെ കവിതാ സമാഹാരമാണ്, അല്ലെങ്കിൽ എങ്ങനെയും ചോദിക്കാം. രത്നമണികൾ എന്നുള്ളത് ആരുടെ കവിതാ സമാഹാരമാണ് എന്നും ചോദിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കൈ യോഹന്നാനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ബാല്യനാമം, അദ്ദേഹം പങ്കെടുത്ത അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, അദ്ദേഹത്തിൻ്റെ മറ്റു പേരുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇടുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.